ചോര എറ്റി വീണുകൊണ്ടിരിക്കുന്ന ആ കറുത്ത രൂപത്തിന്റെ കൈ മനീഷിന് നേരെ തന്നെ നീട്ടി അത് അവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് മനീഷിന്റെയോ തിരുമേനിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. ആ രൂപത്തിന്റെ അടുത്തായി തന്നെ നിൽക്കുന്ന അവന്റെ സുഹൃത്ത് മാത്യുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് മനീഷ്. അപ്പോൾ അവൻ മരിച്ചെന്നാണ് മനീഷിനോട് പറഞ്ഞത്. അതാണ് അവന് ഇപ്പോഴും മനസ്സിലാവാത്തത്. ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ വിശ്വാസമായി മാറി, എന്ത് അതിന് കാരണമായി എന്നൊന്നും നിന്നെ പോലുള്ള ഒരുത്തനും ചിന്തിക്കില്ല. ഒരു ബെറ്റും വെച്ച് ഇറങ്ങി തിരിച്ചോളും. ദൂരെയായി മാറി നിൽക്കുന്ന കറുത്ത രൂപത്തെ മാത്യുവിനെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ തിരുമേനി മനീഷിനോടായി പറഞ്ഞു, തിരുമേനി പ്ലീസ് എന്നെ എങ്ങനെന്തെങ്കിലും ഒന്ന് രക്ഷിക്കണം. മനീഷ് പേടിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, അവർ ഇവിടേക്ക് വരില്ല. ആ രൂപം അതാരാ തിരുമേനി? ആരാ ഈ അച്ഛൻ പപ്പ എന്നൊക്കെ? ഇതെന്താണ് സംഭവം? അപ്പോൾ നിനക്ക് അതൊന്നും അറിയില്ലേ? എന്നിട്ടാണോ നീ ഒരു ഐഫോണും മറ്റും ഉണ്ടാക്കി വെച്ച് ഇറങ്ങി പോകുന്നത്? അതൊന്നും പറഞ്ഞേക്കാൻ സമയമില്ല. നീ അവസാനം എഴുതിയിരിക്കുന്നതും കൂടെ ഒന്ന് വായിക്കും. എല്ലാം കൂടെ 3 പ്രാവശ്യം ഒരുമിച്ച് വായിക്കണം. അവസാനം എഴുതിയിരിക്കുന്നത് ഏറ്റവും അവസാനം വ്യക്തമായിട്ട് വായിക്കണം. മനീഷ് തിരുമേനി ആവശ്യപ്പെട്ടതുപോലെ ആ മതിലിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അവൻ ആദ്യം മാത്യു പറഞ്ഞപ്പോൾ ചൊല്ലാൻ വിട്ടുപോയ ഏറ്റവും അവസാനത്തെ വാക്ക് കൂടി 3 തവണ ചൊല്ലി. അമ്മേ രക്ഷിക്കണമേ. ഇത് ചൊല്ലിക്കഴിഞ്ഞതും പിന്നീടുണ്ടായിരുന്ന 5 സെക്കൻഡ് നേരത്തേക്ക് മുഴുവൻ നിശബ്ദതയായിരുന്നു. ഒരു ചീവീടിൻ്റെ ശബ്ദം പോലും കേൾക്കാനില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ നിശബ്ദത വന്ന് നിറഞ്ഞതുപോലെ. പക്ഷെ ആ രൂപം അവിടുന്ന് പോകുന്നതിന് പകരം അത് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. തിരുമേനി അവരുടെ അടുത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും അടുത്തേക്ക് എടുക്കാറായി എന്ന് മനസ്സിലായ മനീഷ് തിരുമേനെ ശ്രദ്ധിക്കാതെ അവിടുന്ന് ഓടി. കുറച്ചു ദൂരം ഓടി അവൻ ചെറുതായി തിരിഞ്ഞു നോക്കിയപ്പോഴും അവൻ കാണുന്നത് ആ തിരുമേനി ഉൾപ്പെടെ അവർ 3 പേരും മനീഷിന് പുറമെ പാഞ്ഞെടുക്കുന്നതാണ്.